വണ്ടി നല്ല ഷെഡിൽ കൊണ്ടുവിടും, ഞാൻ വന്നേക്കാം. ഗോപിയുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഉമ്മയെ കൂട്ടിക്കൊണ്ടുവന്നത്. മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇതാണോ എന്റെ സ്വഭാവം? നീ തോന്നി വസം നടക്കുന്നവളാണ് നീ. എന്റെ സഹോദരിയെ വഴിവെപ്പിക്കാനാണ് നിങ്ങളുടെ സ്നേഹം കാട്ടിയത്. എന്റെ ചേട്ടൻ ഇതറിഞ്ഞാൽ ചേട്ടാ, വല്യേട്ടനോട് പറയല്ലേ. വല്യേട്ടൻ അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ വീട്ടിലേക്ക് വരില്ല. വല്യേട്ടനോട് പറയില്ലെന്ന് പറഞ്ഞെങ്കിലേ ഞാൻ വരുള്ളൂ. എനിക്കാ പറഞ്ഞത്. പാസുവേട്ട പെങ്ങള് മുതലാളിയുടെ മോന്റെ കൂടെ ഡാൻസ് ക്ലബിൽ പോണത് കണ്ടു. ശരി, നീ രാത്രി കടകൂട്ടി താക്കോൽ കൃഷ്ണനോട് കൈ കൊടുത്തേക്കും. നിക്കു ഗോവേട്ട, പൊന്നുവേട്ട, വല്യേട്ടനോട് പറയരുത്. വല്യേട്ടൻ അറിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പറയരുത് ഗോവേട്ട. ശരി, വാ. ഉമ്മ വരാൻ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. നീ ഇവിടെ എവിടെ വെച്ച് കണ്ടു? ഞാൻ ബാബുവിനൊന്ന് കാണാൻ വേണ്ടി രാഘവൻ മുതലാളുടെ വീട്ടിൽ വരെ പോയിരുന്നു. അപ്പോൾ ഉമ്മ വരുന്നത് കണ്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു പോന്നു. എന്തിനാണെന്ന് അവന് മനസ്സിലായി കാണും. അവനെ കൊണ്ട് ചോറ് കൊടുക്കും. ഉമ്മേ, നിനക്ക് വേണ്ടി ഞാൻ ചെരുപ്പ് വാങ്ങി മുറിക്കകത്ത് വെച്ചിട്ടുണ്ട്. കാലിട്ട് നോക്കൂ. പാകമായില്ലെങ്കിൽ നാളെ മാറ്റി വാങ്ങാം. നിന്നോട് പറഞ്ഞു കേട്ടില്ലേ അവനെ കൊണ്ട് ചോറ് കൊടുക്കാൻ? എന്നാ നിന്റെ വേഷമൊക്കെ മാറ്റണ്ട. ഗോപി, വേഗം വരൂ ഗോപി. എടാ ഗോപി, എടാ കള്ളം പറയരുതെന്നും കടം വാങ്ങരുതെന്നും നിന്നെ ഞാൻ പല പ്രാവശ്യം ഗുണദോഷിച്ചിട്ടില്ലേ? ഉണ്ട്. ആ, നീ ചോറ് തിന്നെ. പുളിങ്കര ഒഴിച്ചു കൊടുക്ക. എടാ, ഉമ നിന്റെ ആരാണ്? സഹോദരി. ആ ബോധം നിനക്കുണ്ടോ? ഉണ്ടോന്ന്? എന്താ ഇത്? ഗോപി ഊണ് കഴിക്കട്ടെ. ആ, നീ ഊണ് കഴിക്കാം. അവിയൽ വിളമ്പിക്കൂടെ? വേം വിളമ്പിക്കൂടെ? നല്ല അവിയലാണ്. കഴിക്ക. ഊണ് കഴിക്ക. എടാ, ഉമയെ കല്യാണം കഴിച്ചയക്കേണ്ട ചുമതല ആർക്കാണടാ? ചേട്ടനും എനിക്കും. അവൾ ഏതെങ്കിലും മുതലാളി പയ്യന്റെ കൂടെ ഡാൻസ് കാണാനും കറങ്ങിയടിക്കാനും നടന്നാൽ അവൾ ആര് കല്യാണം കഴിച്ചുവിടാം? ശരി, കഴിക്ക. നീ എന്താണ് വായും പൊളിച്ചിരിക്കുന്നത്? ഊണ് കഴിക്കടാ. എനിക്ക് വേണ്ട. ഇരിക്കണം അവിടെ. ഊണ് കഴിക്കും. നീ എന്താ നോക്കിയിരിക്കുന്നത്? ഉപ്പിട്ട വിളമ്പ്. ഞാൻ വിളമ്പിക്കോളാം. ഗോപി ഊണ് കഴിക്കുന്നവരെ അങ്ങോട്ടൊന്ന് മാറിയിരിക്കും. ശരി. ഊണ് കഴിക്കും.
കൂട്ടുകാരനാണോടാ? അതെ. തൊഴിലാളിയായ നിനക്കും മുതലാളിയുടെ മകനായ അമനും തമ്മിൽ എന്ത് കൂട്ടാനടാ മഠയ? നിന്നെ അവൻ സമർത്ഥമായി ഉപയോഗിക്കുന്നില്ല. നിന്റെ സഹോദരിയെ അവന്റെ കൂടെ ഡാൻസ് കാണാൻ പറഞ്ഞു വെച്ചില്ല. എന്നിട്ട് നീ അവിടെ കള്ളം പറഞ്ഞില്ലേ? ചോറുകാരി വിഴുങ്ങുന്നു കഴുത. നിങ്ങൾ ചോറുണ്ടാൻ കൂടി സമ്മതിക്കില്ലേ? എന്റെ ഹൃദയവേദന നിനക്കറിയാൻ പാടില്ല സീത, നിനക്കറിയാൻ പാടില്ല. ചേട്ടൻ തെറ്റിദ്ധരിച്ച എന്നോട് ദേഷ്യപ്പെടുന്നത്. ഉമയും ബാബും കൂടെ തിയേറ്ററിൽ നിന്ന് വരുന്നത് ഞാൻ റോഡിൽ വെച്ച് കണ്ടു. ഞാൻ അവളെ തല്ലി. ചേട്ടനോട് പറയരുതെന്നും പറഞ്ഞ് അവളെന്റെ കാല് പിടിച്ച് കരഞ്ഞത് കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു പോയതാ. ശരി, നീ ഊണ് കഴിക്ക. വേണ്ട, നീ ഊണ് കഴിക്കടാ. നീ ഊണ് കഴിക്ക. എനിക്കൂടി കുറച്ച് ചോറും ഊണ് കഴിക്കടാ. നീ ചേട്ടനോട് വിളമ്പട്ടെ.